അമ്മായിയോടുമാര് ഇതുപോലെ ഇപ്പൊ നോക്കാൻ ഇടവനായിട്ട് നോക്കേണ്ടത്. ഇങ്ങനെ രോഗം കൊണ്ട് നടക്കുക, ഇങ്ങനെ രോഗവുമായിട്ട് ആമയുമായിട്ടൊക്കെ നടപ്പാണ്, ആമയുമായിട്ട്. ഹലോ, ഇത് കേൾപ്പിക്കില്ലയോ? ഇന്നലെ ബജറ്റിനകത്ത് പറഞ്ഞാൽ ഇവിടെ കറണ്ട് കട്ടില്ല, പവർ കട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഇപ്പം 1/2 മണിക്കൂർ പോകും. എന്തോ ഇല്ല, എന്നും ഇങ്ങനെ പോകുന്നത്. ആഴ്ചയിൽ 5-6 ആഴ്ച ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ഇത് ഓലകട്ടികൾ അയ്യോബിയുടെ പുറകില് എന്താ എന്താണ് യൂസ് ചെയ്യണം. ഇപ്പം വന്നല്ലോ, അപ്പൊ വരുന്നതൊന്നും ഇല്ല. അപ്പൊ നിങ്ങളെ ആരെയും കള്ളങ്ങളല്ല പറയുന്നത്. ഇപ്പഴാ അങ്ങോട്ട് പോയിട്ട് വന്നത്. എപ്പോഴൊക്കെ എന്തൊരു കറണ്ട് പറയുന്നത്. ഇപ്പൊ 3 മണിക്കൂർ ഇല്ലായിരുന്നു. എന്നും എന്തോ കറണ്ട് പോകുന്നത്. എന്നും ആഴ്ചയിൽ ഇന്നത്തെ ബജറ്റിനകത്ത് പറയുന്നത് കറണ്ട് കട്ടുമില്ല, പവർ കട്ടുമില്ല, ഒരു കുന്തോ ഇല്ലെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്നാൽ നിങ്ങളെന്തോ ഇങ്ങനെ എന്നും പറയുന്നത്. കഴിഞ്ഞ ആഴ്ച പോലെ തച്ചിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച ഇവരെല്ലാം വന്ന് രക്ഷയ്ക്ക് വഴക്കുമായിരുന്നു. തോന്നിയാസം എടുക്കുന്നത് കട്ടിയാണ്ട് പോലോ തോന്നിയാസം ടച്ചിങ് വെട്ട് പോലും എന്നും ടച്ചിങ് വെട്ട് പണ്ട് വർഷത്തിലൊരിക്കലായിരുന്നു. മാസത്തിൽ 3-4 മാസം കൂടുതലായിരുന്നു ടച്ചിങ് വെട്ട്. ഇപ്പം ആഴ്ച ടച്ചിങ് വെട്ടാ പോലും. എന്താ ടച്ചിങ് വെട്ടാ? ഇന്നലെ ബജറ്റിലായിട്ട് പറയുന്നത് കറണ്ട് ഇല്ല, പവർ കട്ടില്ല, ഒന്നും ഇല്ലെന്ന്. ഇവിടെ പലവരെ കറണ്ട് കളഞ്ഞിട്ട് തോന്നിയാസം കാണിക്കണോ? എന്തായാലും തോക്കാൻ തോക്കാനുണ്ട് കറണ്ട് കളഞ്ഞ് ഒരേ നാടകത്തിന് കയറി ഇരിക്കുക. ഒരു വൃന്ദാവനം ഓടിക്കൂടെ വരിക, കുറെ കണ്ടോന്നെല്ലാം ഫോണുമായിട്ട് വന്നിരിക്കുക. എന്നിട്ട് തലകളെല്ലാം തോന്നിയാസക്കാരും തോന്നിയാസക്കാരും. നിന്റെ മോന് പത്തൊന്നും ഇല്ലടി. നിന്റെ മോനെ ഇങ്ങനെ വിളിപ്പിക്കാണോ? 19 വയസ്സാണ്. എന്താ കണ്ടോ പെണ്ണുങ്ങളെ കുറിച്ച് കളയണ്ടാണ് നിന്റെ മോനെ ദിവസം വിളിച്ചോണ്ട് വന്ന് ഉണ്ടാക്കുന്നത്. തോന്നിയാസാണ് പെണ്ണുങ്ങളെ കുറിച്ച് കളയണ്ടാക്കല്. നിന്റെ ഫോണും എല്ലാം കോപ്പി ചെയ്ത് വെച്ചോണ്ട് എന്തോ ഉണ്ടാക്കുമോ നീ? എന്താ തോന്നിയാസം കാണിക്കാടി? അഞ്ചൊക്കെ ജീവിക്കണ്ടായോ നിന്റെ തോന്നിയാസം? നിന്റെ മോനെ എന്ത് പണി ഗൂണ്ടകളെ വിളിപ്പിക്കാണോ? വെഞ്ചാരക്കാരെ ഉണ്ടാക്കാന്? നിന്റെ മോനെ വെഞ്ചാരക്കാരെ ഉണ്ടാക്കാനും വിളിപ്പിക്കാണോ? കണ്ട അവിടെ എല്ലാം കയറി കണ്ട ആണുങ്ങളെ കൂടി ഇരുന്നോണ്ട് കണ്ട പെണ്ണുങ്ങളെ കുറിച്ച് കഥ ഉണ്ടാക്കുന്നോ? തോന്നിയാസ കഥമാരെ കരണ്ട് വെള്ളം കളഞ്ഞു വെച്ചുകൊണ്ട് എന്നൊന്നും ടച്ചിങ്ങായിട്ട് പോലും. എന്താ ടച്ചിങ് വേണ്ട? ഗവൺമെന്റ് പറയുന്നത് കരണ്ട് കെട്ടില്ല, പവർ കെട്ടില്ല, കുന്തമില്ലെന്ന്. കുറെ കുറെ ഇത് സാമൂഹ്യ ബന്ധനോടെ കയറിയിരിക്കുക. തോന്നിയാത്ത കഥയുണ്ടാക്കാൻ കുറെ അഴിമാരി വന്നാൽ എന്ത് വഴി? എന്റെ ഫോൺ പിടിക്കുക, ഫോണിലെ വാട്സപ്പ് കോപ്പി എന്ന് വെച്ചോണ്ടിരിക്കുക. എന്താ യൂട്യൂബ് കണ്ടോ
കുഴപ്പം? എന്താ ഉണ്ടാക്കോ ഇവിടെ കുറിച്ച്? പമ്പിക്കറി ഇരിക്കാൻ ഫോണെല്ലാം വിളിച്ചോണ്ടിങ്ങനെ പമ്പിക്കറി ഇരിപ്പായോ ഈ ഫോണെല്ലാം വിളിച്ചോണ്ട് കുറെ കരണ്ടും കളഞ്ഞ് തോന്നിയാത്ത എടുക്കുമായിരുന്നു വന്നു. കരണ്ട് പോകാത്ത ദിവസം ഇവിടെ എപ്പോഴും കരണ്ട് പോക്കാ. ദിവസത്തിൽ 2-3 പ്രാവശ്യം കരണ്ട് പോക്കാ. കരണ്ട് പോക്ക് ഇന്നലെ വെജിറ്റ് വായിച്ചപ്പോൾ ഗവൺമെന്റ് പറയുന്നത് പവർ കട്ടില്ല, കരണ്ട് കട്ടില്ല, മറ്റേതില്ല മറിച്ചേതില്ലെന്ന്. ഇവിടെ കരണ്ട് കെട്ടാ, മണിക്കൂറുകൾ കരണ്ട് കെട്ടാ. ടച്ചിങ് വെട്ടാന്ന് പറഞ്ഞ് കുറെ ദിവസം പോയി. ടച്ചിങ് വെട്ടാണ്ട് അമ്മയുടെ ടച്ചിങ് വെട്ടാന്ന് പറഞ്ഞ് കുറെ ദിവസം പോയി. എപ്പോൾ ചോദിച്ചാലും ടച്ചിങ് വെട്ടാ. മാസത്തിൽ 4-5 ടച്ചിങ് വെട്ട് പോലും. പണ്ട് 3-4 മാസം കൂടുമ്പോഴായിരുന്നു ടച്ചിങ് വെട്ടുമായിട്ട് വരുന്നത്. ഇപ്പം ആഴ്ചയിലൊക്കെ ടച്ചിങ് വെട്ടാ പോലും. ആഴ്ച ടച്ചിങ് വെട്ട്. എന്താ ടച്ചിങ് വെട്ടാ? വേറെ ഇങ്ങനെ നടക്കുക. ടച്ചിങ് വെട്ടാന്ന് പറഞ്ഞുകൊണ്ട് കുറെ ക്രിമിനലുകൾ നമ്മൾ വേറെ നടക്കുകയല്ലേ കുറെ അവന്മാരും. ടച്ചിങ് വെട്ട് പോലും. ഇവിടെ ഫ്രീസറിനകത്ത് പാല് വെച്ചാല് കട്ടിയാവത്തില്ല. കാരണം ഇങ്ങനെ രാത്രിയിൽ വോൾട്ടേജ് ഇല്ല. ഫാൻ കറങ്ങരുത്, വോൾട്ടേജ് എല്ലാം കുറയ്ക്കുക. ഫാൻ കറങ്ങരുത്. ഫ്രീസറിൽ പാലിന് കട്ടിയാവത്തില്ല. പാലും സാധനം ഫ്രീസറിൽ വെച്ചാൽ പോലും കട്ടിയാവത്തില്ല. ഇങ്ങനെ ഓക്കെ ഇട്ടിരിക്കുക ഞങ്ങൾ ഫ്രിഡ്ജ് വന്നതല്ല. വോൾട്ടേജ് പറഞ്ഞിട്ട് തോന്നി അതെടുക്കുന്നോ എമാത്രം ഓക്കെ എടുക്കുന്നത് എമാത്രം നമ്മൾ കൈ വരുന്നു. എന്നിട്ട് എന്താ ഡ്രാമ എടുക്കുന്നു. എന്താ ഡ്രാമ എടുക്കുന്ന ഡ്രാമ ആരോട് എഴുതുന്നു? നിന്റെ അമ്മ നായരോ? നിന്റെ അമ്മ നായരാണോ ഇങ്ങോട്ട് വരുന്നത്? ആരാണ് ഇങ്ങോട്ട് വരുന്നത്? ഏതെങ്കിലും ഇങ്ങോട്ട് വരുന്നത്? കാണാവിന്റെ കഥകൾ അതെന്താ